നമസ്കാരം. ഇന്ന് മരംകൊത്തി എന്ന പക്ഷിയുടെ ചില സവിശേഷതകൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. മരംകൊത്തികൾ മരത്തിൽ കൊത്തുന്നതിൻ്റെ കാരണമെന്ത്? പലജാതി പക്ഷികൾ പല വിധത്തിലാണ് ആഹാരം തേടുന്നത്. മരത്തിലുള്ള പോടിലോ വിടവിലോ ഒളിഞ്ഞിരിക്കുന്ന പുഴുക്കളും മറ്റു പ്രാണികളുമാണ് മരംകൊത്തികളുടെ പ്രധാന ആഹാരം. നീണ്ടു കൂർത്ത കൊക്കും വലിപ്പമുള്ള നീളമുള്ള നാക്കും ഉപയോഗിച്ച് മരംകൊത്തികൾ മരപ്പൊത്തുകളിൽ നിന്നും നിഷ്പ്രയാസം അവയുടെ ഇരയെ വലിച്ചെടുക്കുന്നു. ഈ പക്ഷികൾ മരത്തിൽ കൊത്തി മരത്തിന് കേടുണ്ടാക്കുന്നു എന്ന ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിലുണ്ട്. അത് തെറ്റാണ്. മരത്തിന് ഹാനികരമായ പുഴുക്കളെയും മറ്റും കൊന്നൊടുക്കി മരത്തിനെ യഥാർത്ഥത്തിൽ രക്ഷിക്കുകയാണ് മരംകൊത്തികൾ ചെയ്യുന്നത്. ആഹാരത്തിനു വേണ്ടി അല്ലാതെയും മരംകൊത്തികൾ ഒരു പ്രത്യേക വിധത്തിൽ മരത്തടിയിൽ കൊത്താറുണ്ട്. തുരുതുരെ ചെണ്ടയിൽ കൊട്ടുന്നത് പോലെയുള്ള ഈ ശബ്ദം പ്രജനന കാലത്താണ് അവ പുറപ്പെടുവിക്കുന്നത്. മിക്ക മരംകൊത്തികളും ഇതിൽ ഉപയോഗിക്കുന്നത് നല്ലതുപോലെ ഉണങ്ങിയതോ അകം പൊള്ളയായതോ ആയ മരക്കൊമ്പുകളാണ്. പാട്ടുപാടുന്ന പക്ഷികൾക്ക് പാട്ടുകൊണ്ട് ചെയ്യാവുന്നതെല്ലാം മരംകൊത്തികൾ ഈ ഉരുട്ടിക്കൊട്ടൽ കൊണ്ട് നേടിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. മരംകൊത്തികൾ മരത്തിൽ കൊത്തുന്നതിൻ്റെ കാരണമാണ് നിങ്ങളുമായി പങ്കുവച്ചത്. നന്ദി, നമസ്കാരം.